ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് മസാല ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ, കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കോണൂടെ ചേർക്കുന്നുണ്ട്. കോൺ കാണുമ്പോൾ എനിക്കിപ്പോൾ പേടിയായില്ല. പണ്ടുള്ളവർ പറയുന്നുള്ളത് എന്തോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ എനിക്കിപ്പം കോൺ കാണുന്നതേ പേടിയാണ്. അപ്പം ഞാൻ ആ കോണൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കോൺ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുന്ന ഉടനെ ഇടയ്ക്ക് ഇങ്ങനെ കറുകറുമ കടിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രത്യേകതയാണ്. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിവിടെ 2 പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാണെങ്കിൽ ചിലപ്പം റൈസൻ രാവിലെ ഒരു സ്പൂൺ എങ്ങാനും ടേസ്റ്റ് ചെയ്തിട്ട് പോവും. അപ്പം ഞാൻ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായയും പാലും കൂടാണ് ഒഴിച്ചേക്കുന്നത്. നമ്മുടെ ജിബി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെയും ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ചെയ്യും, ചില സമയത്ത് തേയില നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് തേയില വെള്ളം തിളച്ചതിന് ശേഷം പാലൊഴിക്കും, അങ്ങനെയും ചെയ്യും. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പം പോളിന് ഒരു ഇച്ചിരി മസാലയൊക്കെ നന്നായിട്ട് അതിൽ വേണം. അതനുസരിച്ചാണ് ഞാൻ മസാലയൊക്കെ ഇട്ട് ക്വാണ്ടിറ്റി ഇച്ചിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും അവർക്ക് ഞാൻ ടിഫിനും കൊടുത്ത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനും എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരവും ഇവർക്കുണ്ടായിരുന്നു. വൈകുന്നേരം ഡാഡിക്കും പോളിനും പ്രൈസിനും ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരമാണ് ഓവൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി അവർക്ക് കൊടുത്ത്. അപ്പം രാവിലെ അവർ ഖുഷിയായിരുന്നു, വൈകിട്ടും ഒരു ഖുഷിയായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത പഞ്ചസാരയുടെ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സൺഡേ ഡിന്നർ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ സ്പെഷ്യൽ ഡിന്നർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടില്ല. അപ്പോൾ എനിക്കൊരു ന്യൂയോർക്കിൽ നിന്ന് ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്നാൽ ഇച്ചിരി നാരങ്ങാനീര് പിഴിയണമെന്ന് ചിന്തിച്ചു. പക്ഷേ ഞാൻ പിന്നെയും ചിന്തിച്ചു വേണ്ടാന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി വൈറ്റ് വിനെഗർ ചേർത്താൽ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി വൈറ്റ് വിനെഗർ കൂടെ ചേർക്കണം. അപ്പോൾ ഈ മസാലയെല്ലാം ഇങ്ങനെ ഒന്ന് ഉണങ്ങി ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളുടെ പോളിൻ്റെ കോളേജിൽ മിക്ക കൊച്ചുങ്ങളും നോൺ വെജിറ്റേറിയൻ എന്ന് പറയാണ്ടതിന് നോൺ വെജിറ്റേറിയൻ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഓമനാൻ്റി കമൻ്റ് ഇട്ടായിരുന്നു. എന്നിട്ടും എനിക്കത് മനസ്സിലായില്ല. പിന്നെ വേറൊരാൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ക്ലിയർ ആക്കി. അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇത് ഒരു ദിവസത്തെ ചപ്പാത്തിയല്ല, ഓരോ ദിവസവും ഇങ്ങനെ അധികം വരുമല്ലേ. അപ്പം ഞാൻ അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. ഒരു 2-3 ദിവസത്തെ ചപ്പാത്തി അധികം വന്നത്. അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇനി അത് ഇച്ചേരം ഒന്ന് ഇളക്കിയിട്ട് ഇച്ചേരം അവിടെ കിടക്കട്ടെ. എന്നിട്ട് ആവി ഒന്ന് കയറിയതിന് ശേഷം ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. 2-3 മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്തിടുവാണെങ്കിൽ കുറേയും കൂടെ നല്ല. ഇതിപ്പോൾ ഈ പിള്ളേർ അവരുടെ കൂട്ടുകാർ ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇവർ അതിടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിടാത്തത്. അപ്പോൾ ഇതിപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ പോളിന് 2 ബ്രേക്ക് ഉണ്ടല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ലൈറ്റായിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ, ഒന്നും വേണ്ടാന്നൊക്കെ ചിലപ്പോൾ പറയും. കാരണം കൂടെയുള്ള പിള്ളേർ ചിലപ്പോൾ കൊണ്ടുതരും. അതുകൊണ്ട് ഇവനും വേണ്ടാന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നു. അപ്പോൾ അവൻ ഏത്തയ്ക്ക അങ്ങനെ കഴിക്കാറില്ല. വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ചുരുക്കം അങ്ങ് ഒത്തിരി അങ്ങ് വിഷം തീർന്ന് ഒന്നുമില്ല എങ്കിൽ എടുത്ത് കഴിക്കും. കൊച്ചവൻ പക്ഷേ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതെന്നോ ഒരു ഏത്തയ്ക്ക എടുത്ത് ഇച്ചിരി നെയ്യിൻ്റെ അകത്ത് ഇങ്ങനെ വാട്ടി കൊടുക്കുമ്പം അവന് അതിത്തിരി താല്പര്യം. അങ്ങനെ അവനൊരു ഏത്തയ്ക്ക ഞാൻ ഫസ്റ്റ് ബ്രേക്ക് 10 മണിയാകുമ്പം കഴിക്കട്ടെന്നും പറഞ്ഞ് അതുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇനി ചായ എടുക്കട്ടെ. റേച്ചാൻ ഒരു ഇച്ചിരി ചെറിയ ഗ്ലാസ്സിൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് റേച്ചാൻ ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തേക്കുന്നത്. ഈ നെറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വെളിയിലത്തെ കാഴ്ചകൾ ശരിക്ക് കാണാൻ പറ്റത്തില്ല. കിച്ചണിലും അതുപോലെ. അതുകൊണ്ട് എനിക്കാകെ അങ്ങ് വിമ്മിഷ്ടമാണ്. വെളിയിൽ ഇങ്ങനെ മറ്റേതാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഉടനെ ആരൊക്കെ പോകുന്നു എന്തൊക്കെയാ എന്നൊക്കെ എല്ലാം കാണാമായിരുന്നു. മഴ പെയ്താലും അല്ല ഇച്ചിരി ഇങ്ങനെ താഴെ കാണാം. പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ ഒക്കത്തില്ല. നമ്മുടെ
പുളിമരം തളിർത്ത് വരുന്നു. ഒരു കാന്താരിയും കൂടെ ഇപ്പുറത്തിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് പോയി നോക്കണം. തട ഇട്ട് വെച്ചിട്ടുണ്ട്. കിച്ചണിലും ഉണ്ട് ഇതുപോലെ നെറ്റിട്ടേക്കുക. അതുകൊണ്ട് നല്ല വെട്ടവും ഇങ്ങോട്ട് വരത്തില്ല. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചു. അപ്പം ഓമനാൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ദാഹശമനിയാണോ ഇടുന്നതെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദാഹശമനിയാണ്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വെച്ചു. പയർ കഴുകിയെടുത്ത് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് അരിഞ്ഞുകൊണ്ട് വരണം പയർ തോരൻ വെക്കാനായിട്ട്. പയറൊക്കെ ഞാൻ അകത്ത് പോയി എല്ലാം അരിഞ്ഞു. നേരത്തെയൊക്കെ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാൻ എളുപ്പമില്ലായിരുന്നു. മണ്ടർ ചോദിച്ചാൽ എന്നോട് പറയായിരുന്നു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യുക എളുപ്പം ചെയ്യാൻ. ഞാൻ നേരം പറയും എനിക്ക് കുഞ്ഞതായിട്ട് നൈസായിട്ട് അരിയണം, കട്ടിംഗ് ബോർഡിൽ വെച്ചൊക്കെ തരായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നത് എളുപ്പമാണ്. ഒത്തിരി വലിയ പീസല്ല, നോർമൽ സൈസായിട്ട് അരിയാൻ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ കിട്ടുന്ന തേങ്ങ എന്തോ ചെയ്യാനാ, മിക്ക തേങ്ങയും നമ്മൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ ഈ ചില സമയത്ത് നമ്മൾ തിരുമുമ്പം അകത്തെ തിരുമ്മി മുകളിൽ കുഴപ്പമില്ല, അകത്തോട്ട് പോകുമ്പോൾ ചിരട്ടയുടെ അവിടം അഴുവിയായിരിക്കുന്നത്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ 40-45 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന തേങ്ങ ആകെ പരിതാപകരമാണെന്നുള്ളതാണ്. ഇപ്പം നാടെ ന്യൂസുകളിൽ കാണുന്ന വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ഇനി ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഈ തവിടെണ്ണയുണ്ടല്ലേ, അത് നല്ലതാണെന്ന് ഈ ഡോക്ടർ രാജേഷ് പറയുന്നത്. തവിടെണ്ണ തേങ്ങയ്ക്ക് വേറെ എന്തോ ചേർക്കുന്നുണ്ട്. ഡോക്ടർ ഷെഫ് പിള്ളയുണ്ടല്ലോ പറയുന്നത് അണ്ടിപ്പരിപ്പ് അരയ്ക്കാം. അണ്ടിപ്പരിപ്പിനും എന്താ വിലയാ, തേങ്ങയ്ക്കായി വിലയല്ലേ അണ്ടിപ്പരിപ്പിന്. മനുഷ്യൻ എങ്ങനെ ജീവിക്കാനാ. അപ്പം ഞാൻ പയർ അവിടെ വെച്ചിട്ട് ഞാൻ ഇച്ചിരി തൈരുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് എന്നിട്ട് ഇപ്പം തൈരിന് ഞാൻ കടുക് വറക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കടുകും ജീരകവും പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളക് ഞാൻ ചേർത്തില്ല കേട്ടോ. അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പൊന്നോ, ഞാൻ ഇപ്രാവശ്യം വെളുത്തുള്ളി കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ അവരോട് എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കും അല്ലി ഇച്ചിരി വലുതാണെന്നോ, സാമാന്യം പൊളിക്കാൻ പറ്റണ്ടേ. അപ്പോൾ അയാൾ പറഞ്ഞു നല്ല അല്ലിയ, വലിയ അല്ലിയാന്ന്. സാധാരണ നമുക്ക് കുഞ്ഞല്ലിയ ഗുണം, പക്ഷേ നമ്മുടെ ഈ പൊളിക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് നമ്മൾ വലുതാണ് നോക്കും. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ദൈവമേ, ആ ഫസ്റ്റ് ലെയറേ കീരി വെളുത്തുള്ളി ആകെ മെനക്കേടാ അത് പൊളിക്കുന്നത്. സമയമുള്ളപ്പോഴെങ്ങാനും പൊളിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ നേരത്തെ നമ്മൾ പൊളിക്കുവാണെങ്കിൽ നമ്മുടെ ഊപ്പാടാണ്. ഇതിപ്പോൾ നേരത്തെ ഇരുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇന്നെനിക്ക് കപ്പ വേവിക്കണം. ഞാൻ രാവിലെ തൊട്ടേ കപ്പ എന്നങ്ങ് ആരംഭത്തിൽ വെക്കാം. പിന്നെ ഞാൻ ചിന്തിച്ച് കപ്പയൊക്കെ സാവകാശം വെച്ചിട്ട് കറി ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നിട്ട് കപ്പ വയ്ക്കാമെന്ന്. കപ്പയൊക്കെ ഞാൻ കഴുകി എടുത്ത് വെച്ചു. എന്നിട്ട് കപ്പയാകുമ്പം പിന്നെ ഇവിടെ എല്ലാവരും സന്തോഷമാണ്. ഞാനിതിലേക്ക് മുളക് പൊടിയും കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് മോര് ഞാൻ അടപ്പത്ത് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് ചൂടാക്കി അതിൽ നിന്ന് ഇങ്ങനെ പുക പോലെ വന്നുണ്ട് ഞാൻ വാങ്ങി ഇങ്ങെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇനി കടുക് കൂടെ വറുത്തി ചേർത്തേ. ഇന്നലത്തെ മീൻകറി ഉള്ളത് കൊണ്ട് ഇന്നിനി എനിക്ക് മീൻകറി വെക്കണ്ട. അത് ഞാൻ തിളപ്പിച്ചൊന്ന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത്തിരി സമയം ആയതുകൊണ്ട്, സമയം പോയതുകൊണ്ട് ഞാൻ എന്തോ ഇതൊന്നോ ഞാൻ സാധാരണ കപ്പ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം തലേന്ന് ഞാൻ പുഴുങ്ങി നോക്കുമായിരുന്നു വേവുള്ളയാണോ എങ്ങനെയുള്ളതാന്ന്. പക്ഷേ ഇന്നലെ അത് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനങ്ങ് കുക്കറി ചെയ്യാമെന്ന് വെച്ച്. കുക്കറി തിളയ്ക്കുന്ന ഉടനെ വെള്ളം ഊറ്റിയിട്ട് അതിൻ്റെ അകത്തങ്ങ് വേവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാമല്ലേ, വെന്ത് കിട്ടുമല്ലേ. കപ്പ ഞാൻ 2 ഊറ്റി അതിന് ശേഷം പിന്നെ അരപ്പൊക്കെ അരച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കുവേ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഞാൻ ഇത് അരയ്ക്കാൻ നേരം കുറച്ച് കാന്താരി നാട്ടിൽ നിന്ന് കൊടുത്ത കാന്താരി ഉണ്ടായിരുന്നു, അത് ഇനിയും വെച്ചേക്കണമെന്ന് പറഞ്ഞ് അത് മൊത്തം ഇട്ട് അതെനിക്കൊരു ഇച്ചിരി അബദ്ധമായിപ്പോയി, ഇച്ചിരി എരിവ് കൂടുതലായിപ്പോയി. ഒരു വിസിൽ വന്നിട്ട് ഞാൻ കുറച്ചൊന്ന് തുറന്ന് വിട്ടേ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഇളക്കിയെടുക്കട്ടെ. നന്നായിട്ടങ്ങ് കുഴഞ്ഞ് അത് കണ്ടോണ്ടേ പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുണ്ട് മമ്മി, നല്ല അടിപൊളിയാണ്. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, കാരണം വലിയ പൊന്തൻ കിഴങ്ങുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളതൊക്കെ പണ്ട് പറയും അത് വേവത്തില്ലെന്ന്.
പക്ഷേ നന്നായി ഇങ്ങനെ ഈ കുക്കറി വെച്ചത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മെനക്കേട് ചെയ്തേനെയായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇവരൊക്കെ ചപ്പാത്തി കഴിച്ചതുകൊണ്ട് ഇവർക്കൊന്നും ഇത് കപ്പ വേണ്ട. പിന്നെ രാത്രിയിലാണ് എല്ലാവർക്കും കപ്പ കൊടുത്തത്. അറിയിച്ചാൽ പിന്നെ കഴിക്കാറില്ല. അപ്പോൾ പിറ്റേ ദിവസം ഇത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പിറ്റേ ദിവസത്തേക്കിനൂടെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഞാൻ ഇനി ഇത് ഇച്ചിരി ഒന്ന് കഴിക്കാനായിട്ട് എടുക്കട്ടെ. അപ്പം അടിപൊളി കപ്പയും നമ്മുടെ ഇന്നലത്തെ കേരക്കറി. എനിക്ക് കപ്പയും ചോറൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി കപ്പ മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെ അത് ഇച്ചിരി ചാറൊക്കെ ഒഴിച്ച്, നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി എരിയായത്. വൈകുന്നേരം എണ്ണ അത്രയും കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.